അസ്സലാമു അലൈക്കും. ഇസ്ലാമിക് സൊല്യൂഷൻ മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നിസ്കാരത്തിൻ്റെ പിഴവുകൾ പറ്റിയ ഒരു അത്ഭുത ദിക്റിനെ കുറിച്ചിട്ടാണ്. നമ്മൾ ചെയ്യുന്ന ചെറിയ അമലുകൾക്ക് പോലും വലിയ പ്രതിഫലം നൽകുന്നവനാണ് അല്ലാഹു. നമ്മോട് അങ്ങേയറ്റം സ്നേഹമുള്ളത് കൊണ്ടാണ് അല്ലാഹു ഇത്രയ്ക്കും പ്രതിഫലം നൽകുന്നത്. നമ്മൾ നരകത്തിൽ കടക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ അല്ലാഹു ധാരാളം പ്രതിഫലങ്ങൾ തരുന്നത്. എങ്ങനെയെങ്കിലും നമ്മൾ സ്വർഗത്തിൽ പ്രവേശിക്കണം, അതാണ് അല്ലാഹുവിന് ഇഷ്ടം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എത്ര തെറ്റ് ചെയ്താലും അവനോട് ചോദിച്ച് മടങ്ങിയാൽ പുറത്തു തരുന്നത്. നമ്മൾ ശരീരം കൊണ്ടും ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഇബാദത്ത് നിസ്കാരമാണ്. എന്നാൽ നമ്മുടെ നിസ്കാരത്തിൽ ധാരാളം പിഴവുകളും വീഴ്ചകളും തെറ്റുകളും വരാറുണ്ട്. മഹാന്മാരുടെ നിസ്കാരവും നമ്മുടെ നിസ്കാരം വെച്ച് നോക്കിയാൽ വളരെയേറെ പിറകിലാണ്. ഒരാൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, നിസ്കരിക്കുമ്പോൾ ഹൃദയ സാന്നിധ്യത്തോടെ എങ്ങനെയാണ് നിസ്കരിക്കുക? നിസ്കരിക്കുമ്പോൾ ദുനിയാവിയായ കാര്യം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരില്ലേ? ഞാൻ നിസ്കരിക്കുമ്പോൾ ദുനിയാവിയായ കാര്യം എന്നിലേക്ക് വരാറുണ്ട് നബിയെ എന്ന് ഒരാൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന് മറുപടിയായി പറഞ്ഞത് ഇങ്ങനെയാണ്: നിങ്ങൾ പരമാവധി ഹൃദയ സാന്നിധ്യത്തോടു കൂടി നിസ്കരിക്കുക. നിസ്കരിച്ചു കഴിഞ്ഞ ഉടനെ വളരെ പശ്ചാത്താപത്തോടെ 3 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന ദിക്ർ ചൊല്ലുക. ഇതിന് കാരണമായ നിസ്കാരത്തിലെ പോരായ്മകളൊക്കെ ഒരു പരിധിവരെ അല്ലാഹു പരിഹരിച്ചു തരുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും എല്ലാ നിസ്കാര ശേഷവും വളരെ ആത്മാർത്ഥമായ ഖേദത്തോടു കൂടി നിസ്കാരത്തിൻ്റെ എല്ലാ പിഴവുകളും എല്ലാം പുറത്തു തരണമേ എന്ന ഉദ്ദേശത്തോടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന ദിക്ർ ചൊല്ലുക. അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന ദിക്റിൻ്റെ മഹത്വം വളരെ അത്ഭുതം നിറഞ്ഞതാണ്. അല്ലാഹു തെറ്റു കൂടാതെ നിസ്കരിക്കുന്ന മുത്തഖീങ്ങളിൽ നമ്മളെല്ലാവരും അല്ലാഹു തആല ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ നിസ്കാരങ്ങളൊക്കെ അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന ദിക്ർ ചൊല്ലുന്നത് മൂലം നമ്മുടെ ജീവിതത്തിൽ തന്നെ ധാരാളം മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. എല്ലാ ദിവസവും മുടക്കാതെ 100 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹൽ അലീം ചൊല്ലുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ കാണാൻ കഴിയും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റം. നല്ല ആത്മാർത്ഥത കൂടി ഫലം കിട്ടുമെന്ന വിശ്വാസത്തോടു കൂടി അല്ലാഹുവിലേക്ക് അടുക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് അതിന് ഫലം തന്നെ ലഭിക്കും. അതിന് യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ട് എല്ലാവരും ഇന്ന് മുതൽക്ക് തുടങ്ങിക്കോ. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളൊക്കെ സാധിക്കാനായി നമ്മുടെ മുത്തുനബിയുടെ പേരിൽ കുറച്ച് സ്വലാത്ത് ചൊല്ലിയതിന് ശേഷം അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന ദിക്ർ 100 പ്രാവശ്യം ചൊല്ലാം. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 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 അസ്തഗ്ഫിറുല്ലാഹൽ അലീം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം.
أستغفر الله العظيم. 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 أستغفر الله العظيم.
astaghfirullah al-azim, 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 astaghfirullah al-azim.